ഹായ് കൂട്ടുകാരെ, ഇന്നെല്ലാവരും കഥ കേൾക്കാൻ റെഡിയല്ലേ? ഇന്നത്തെ കഥയാണ് പല വലിപ്പത്തിലുള്ള ചക്രങ്ങൾ. പല വലിപ്പത്തിലുള്ള ചക്രങ്ങളോ? അതെന്താ അങ്ങനെ? വണ്ടിക്കെല്ലാം ഒരേ വലിപ്പത്തിലുള്ള ചക്രങ്ങളല്ലേ ഉണ്ടാവുക? ഈ സംശയം നമ്മുടെ ചില കൂട്ടുകാർക്കും തോന്നി. പക്ഷെ അവർ പല വലിപ്പത്തിലുള്ള ചക്രം കൊണ്ട് പല പല കാര്യങ്ങൾ ചെയ്തു. നമുക്ക് ഈ കഥയിലൂടെ അത് കാണാം. നല്ല രസമാണേ. കൂട്ടുകാർക്ക് ഈ കഥയിൽ നിന്നും എന്തൊക്കെ ഗുണപാഠങ്ങളാണ് മനസ്സിലായതെന്ന് നോക്കി വെക്കണേ. ഓക്കെ, അപ്പം ഇന്നത്തെ കഥയിൽ ഒരു കാട്ടിൽ 4 കൂട്ടുകാർ, ഒരു പൂവൻ കോഴി, ഒരു മുള്ളൻ പന്നി, ഒരു തവള, ഒരു ഈച്ച. ഇവർ 4 പേരും വളരെ സന്തോഷമായി ഒരുമിച്ച് ഒരു മരക്കുറ്റിയുടെ മുകളിൽ കൂട് വെച്ച് താമസിക്കുകയായിരുന്നു. എല്ലാ ദിവസവും രാവിലെ അവർ വീടും പരിസരവും എല്ലാം വൃത്തിയാക്കി കാട്ടിൽ പോയി ആവശ്യമുള്ള പഴങ്ങളും പച്ചക്കറികളും കൂണുകളും എല്ലാം ശേഖരിച്ചു കൊണ്ടുവരും. ഒരുമിച്ച് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിച്ച് അവർ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. ഒരു ദിവസം അങ്ങനെ കാട്ടിൽ പഴങ്ങളും പച്ചക്കറികളും ശേഖരിക്കാൻ പോയപ്പോൾ അവർ കാട്ടിൽ വെച്ച് ഒരു പഴയ വണ്ടി കണ്ടു. ആ വണ്ടിക്ക് വളരെ പഴക്കമുണ്ടായിരുന്നു. ആരും ഉപയോഗിക്കാതെ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് അവരവിടെ കണ്ട ഒരു മുയലിനോട് ചോദിച്ചു, നിന്റെയാണോ ഈ പഴയ വണ്ടി? മുയൽ പറഞ്ഞു, ഏയ് എന്റെയല്ല, ഇതേ ഇവിടെ പണ്ട് ജീവിച്ചിരുന്ന ഒരു കരടിയുടേതാണ്, പഴയതാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എടുത്തോളൂ, മുയലച്ചൻ പറഞ്ഞു. ആ, ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് എന്ത് ചെയ്യാനാണ്? പക്ഷേ എനിക്കൊരു സംശയം, തവളച്ചാർ പറഞ്ഞു. ഈ വണ്ടിയുടെ 4 ചക്രവും 4 വലിപ്പമാണല്ലോ. ഒന്ന് തീരെ ചെറുത്, ഒന്ന് അല്പം കൂടെ വലുത്, ഒന്ന് ഇടത്തരം, ഒന്ന് വളരെ വലുത്. അതെന്താ അങ്ങനെ? അപ്പോഴാണ് എല്ലാവരും അത് ശ്രദ്ധിച്ചത്. നമ്മളിത് എന്തൊരു കാര്യത്തിന് ഉപയോഗിക്കും? അപ്പോഴാണ് പൂവൻ കോഴി പറഞ്ഞത്, നമുക്ക് ഈ വണ്ടി മൊത്തം അഴിക്കാം, ഓരോ ഭാഗങ്ങളായി വീട്ടിൽ കൊണ്ടുപോകാം. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഓരോ ഭാഗവും ഉപകാരപ്പെടും. അത് ശരിയാണ്, അങ്ങനെ ചെയ്യാം. അങ്ങനെ 4 പേരും പിന്നെ നമ്മുടെ മുയലച്ചനും ഒരുമിച്ച് വണ്ടിയെല്ലാം അഴിച്ച് ഓരോ ഭാഗങ്ങളും വേറെ വേറെ ആക്കി. എന്നിട്ടോ അവർ ഓരോ ചക്രവും ഓരോരുത്തരായി വീട്ടിൽ കൊണ്ടുപോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഏറ്റവും ചെറിയ നമ്മുടെ ഈച്ച ഏറ്റവും വളരെ ചെറിയ ചക്രവുമായി വീട്ടിലേക്ക് പോയി. അവൾ പോകുന്ന വഴിയിൽ ആദ്യം ഒലിച്ചു, എന്താ ചെയ്യണ്ടേന്ന് നമുക്ക് നോക്കാം. പിന്നെയോ മുള്ളൻ പന്നി ഇച്ചിരിയുടെ വലിപ്പമുള്ള ചക്രവുമായി വീട്ടിലേക്ക് പോയി. തവളച്ചാർ ഇടത്തരം ചക്രവുമായി വീട്ടിലേക്ക് പോയി. അതുപോലെ പൂവൻ കോഴി ഏറ്റവും വലിയ ചക്രമായാണ് വീട്ടിലേക്ക് പോയത്. 4 പേരും ഈ 4 വലിപ്പമുള്ള ചക്രങ്ങളുമായി വീട്ടിലേക്ക് പോകുന്നത് കണ്ട നമ്മുടെ മുയലച്ചന് തോന്നി, ഇത് എന്ത് വെട്ടികളാണ് ഇവർ എന്നോട് ചോദിച്ചത്. ഞാനും അപ്പോഴാണ് ആലോചിച്ചത്, 4 ചക്രം കൊണ്ട് ഇവർക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല.